നേര്യമംഗലം വാളറ ദേശീയപാതയിലെ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ യാക്കോബായ സഭയുടെ സർക്കുലർ. നിയന്ത്രണ ഉത്തരവിനെതിരെ പ്രതിഷേധിക്കാനാണ് ആഹ്വാനം. ജൂലൈ 31 നടക്കുന്ന ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, യാക്കോബായ സഭയുടെ സർക്കുലറിൽ എന്തൊക്കെയാണ് ഈ നിയന്ത്രണ ഉത്തരവിനെതിരെ പറയുന്നത്? ഏത് രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് വയ്ക്കണം എന്നാണ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്? ദിവ്യ, ദേശീയപാത 85 വാളറ നേര്യമംഗലം ഭാഗത്ത് നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹൈറേഞ്ചിൽ നിന്ന് വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരുന്നതിനിടെയാണ് യാക്കോബായ സഭ കൂടി ഒരു പ്രത്യക്ഷ സമരമാർഗത്തിലേക്ക് കടക്കുന്നത്. ഒരു പ്രത്യേക സർക്കുലർ വിവിധ പള്ളികളിൽ വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഇപ്പോൾ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. സർക്കുലർ പ്രകാരം പറയുന്നത്, ഇപ്പോഴത്തെ ഉത്തരവ് ഹൈറേഞ്ച് ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം ബാധിക്കുന്ന നിലയിലുള്ളതാണ്. ഹൈറേഞ്ചിന്റെ വിനോദസഞ്ചാരികളുടെയും അവിടുത്തെ ജീവനക്കാരുടെയും അടക്കം സഞ്ചാരത്തെ ബാധിക്കുന്നു. അവിടുത്തെ വികസനത്തെ അടക്കം സാരമായി ബാധിക്കുന്ന നിലയിലാണ് ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള ഇപ്പോഴത്തെ ഇടപെടൽ എന്നാണ് കാണിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ എല്ലാം ഭാഗമാകാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന തരത്തിലാണ് ഈ സർക്കുലർ ഉള്ളത്. 31-ാം തീയതി സർവകക്ഷികളുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നിന്ന് ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ലോങ് മാർച്ചിന്റെ ഭാഗമാകാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്നലെ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്തനാസിസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ നിലയിൽ ഒരു സർക്കുലർ പുറത്തിറക്കാനും വിശ്വാസികളോട് പ്രതിഷേധത്തിന്റെ ഭാഗമാകുവാനും അതിൽ അണിനിരക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഏതായാലും പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് യാക്കോബായ സഭ കൂടി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വലിയ ജനകീയ രോഷം ഇതുമായി ബന്ധപ്പെട്ട ഹൈറേഞ്ചിൽ ഉയരുന്നുണ്ട്. ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന പാത എന്ന നിലയിൽ ദേശീയപാത 85 വികസനവും നവീകരണവും വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ നോക്കിക്കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അതിന് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഹൈറേഞ്ച് ജനത കരുതുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ നിലയിൽ യാക്കോബായ സഭ കൂടി ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനും ഇപ്പോൾ ഉത്തരവിനെതിരെ ഒരു സർക്കുലർ കൂടി പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ദിവ്യ.